ഒന്നാമത് വിനയം വേണം. വിനയം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം, വിനയം എന്ന് പറഞ്ഞാൽ പോയി നമസ്കരിക്കുക എന്നല്ല അർത്ഥം. ഇവിടെ വിനയം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു വിനയം. രണ്ടാമത്തത് എനിക്ക് ഇതെല്ലാം മനസ്സിലാക്കണം എന്ന്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോണ്ടല്ലോ, അർജുനന് ഭയങ്കര ധാർഷ്ട്യമായിരുന്നു. എനിക്ക് തുല്യം യുദ്ധം ചെയ്യാൻ ആരും ഇല്ല. ഇനി ആരെന്നോട് ഏത് രീതി യുദ്ധം ചെയ്താലും അവരൊക്കെ നേരിടാനുള്ള ഒരു കഴിവെനിക്കുണ്ട് അല്ലേ? ഗീത അറിയാലോ നിങ്ങൾക്ക്. ആ ധാർഷ്ട്യത്തിലാണ് അർജുനൻ വരുന്നത്. കൊണ്ടുപോയി നിർത്തൂ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങളടുത്ത്, കൊണ്ടുപോയി നിർത്തൂ കൃഷ്ണ, ഞാൻ നോക്കട്ടെ ആരാ എന്നോട് യുദ്ധം ചെയ്യാനുള്ളത്. അങ്ങനെയാണല്ലോ ഭീഷ്മാചാര്യരുടെയും ദ്രോണാചാര്യരുടെയും മുന്നിൽ കൊണ്ടു നിർത്തുന്നത്. അവരെ കണ്ടതോടുകൂടിയിട്ട് പിന്നെ അർജുനൻ കൊലാപ്സായി തളർന്നു. ഇപ്പൊ നേരിട്ടോളാന്നൊക്കെ പറഞ്ഞ അർജുനൻ തളർന്നു. അർജുനൻ തന്നെ പറയുന്നു എനിക്കൊന്നും യുദ്ധം ചെയ്യാൻ സാധ്യമില്ല. അങ്ങനെ തളർന്ന അർജുനനോട് ഇത് നിന്റെ മനസ്സിന്റെ ദൗർബല്യമാണെന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോ അർജുനന് മനസ്സിലായി നിന്ന് രക്ഷപ്പെടാൻ വഴിയില്ല. അവസാനം അർജുനൻ പറയുന്നത് എന്താണെന്നറിയോ? ഇവരെ എങ്ങനെയാണ്, ഏത് വിധത്തിലുള്ള മനസ്സുകൊണ്ടാണ് യുദ്ധം ചെയ്താലാണ് എന്റെ മനസ്സ് തളരാതിരിക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല കൃഷ്ണ, അതൊന്ന് അങ്ങ് പറഞ്ഞു തരണം. മനസ്സിലായോ? എന്തൊക്കെയാ നമുക്ക് വേണ്ടത്? അറിയില്ല എന്നുള്ളൊരു വിനയം എന്ന് പറഞ്ഞാൽ അറിയണം എന്നുള്ളൊരു ജിജ്ഞാസയോടുകൂടിയുള്ള വിനയം. രണ്ട്, അത് അറിയാൻ നമ്മൾ ശ്രമിക്കില്ല. അങ്ങനെയുള്ളവർക്ക് വേദ്യം ഇതറിയാൻ സാധിക്കും. ഇതറിഞ്ഞു കഴിഞ്ഞാലോ താപത്രയോന്മൂലനം, താപം മൂലനം. ഏതൊക്കെയാ താപങ്ങള്? ഞാൻ പറഞ്ഞു നിങ്ങളോട്. നമുക്ക് താപങ്ങൾ തരുന്നത്, ഒന്ന് ശരീരം നമ്മളെ തളർത്തും, ശരീരവുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ നമ്മളെ തളർത്തും, ശരീരവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ നമ്മളെ തളർത്തും. ഈ താപങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ ഉയർത്താം. എന്നിട്ട് പറയണോ, ശ്രീമൽ ഭാഗവതേ മഹാമുനികൃതേ, ഈ ഭാഗവതത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കിം വാ പരേ, ഇത് തന്നെ നല്ലവണ്ണം ഒരു ഗുരുവായി കണ്ടുകൊണ്ട് സമാശ്രയിക്കും. ഇതിനെ നല്ലവണ്ണം പഠിക്കൂ. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഇതിന്റെ അകത്തുണ്ട് എന്ന്. അങ്ങനെയുള്ളവർക്ക് സദ്യോ ഹൃതി അവരുദ്ധ്യതേ ഹൃദി ശുശ്രൂഷി തക്ഷണൽ, അവര് ഹൃദയത്തിലെപ്പോഴും അവരുദ്ധ്യതേ മറനീക്കി പ്രകാശിക്കും. ആര്? അവരുടെ ഉള്ളിൽ ശുശ്രൂഷി തക്ഷണാൽ, അവരുടെ ഉള്ളിൽ നല്ലവണ്ണം പ്രകാശിക്കും. ഉള്ളിൽ കൂടെ ഇരിക്കുന്ന ഭഗവാൻ. എപ്പോഴും അവരുടെ കൂടെ ആരുണ്ടാവും? ഭഗവാൻ ഉണ്ടാവും. അപ്പൊ മനസ്സെപ്പോഴും ആരുടെ കൂടെ ഉണ്ടാവും? നമ്മള് ലോകത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമ്മളെ തളർത്തുന്നത് വാസ്തവത്തിൽ മറ്റുള്ളവരല്ല. ഞാനൊരു വീട്ടിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അവിടുത്തെ ആ 2 പെൺകുട്ടികൾ, മൂത്തവളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, രണ്ടാമത്തവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവരുടെ അച്ഛൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. ആ വീട്ടിൽ ചെന്നപ്പോ രണ്ടാമത്തെ പെൺകുട്ടി കംപ്ലീറ്റ്ലി കൊലാപ്സ്ഡ്. അവള് കരയുന്നുണ്ട് നല്ലോണം. മൂത്ത പെൺകുട്ടി, ആദ്യത്തവള് കുട്ടിയുണ്ട്, ആ കുട്ടി അവിടെയും ഇവിടെയൊക്കെ ഓടുന്നുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ അടുത്ത് പോകുന്നുണ്ട്, അതിനെ പിടിക്കുന്നുണ്ട്, കണ്ണുനീരൊക്കെ വരുന്നുണ്ട്, അവളും കരയുന്നുണ്ട്. പക്ഷെ അത്ര തളർന്നിട്ടില്ല. ഒരേ അച്ഛന്റെ 2 മക്കള്. അതെന്താ ഒരാൾ തളർന്നു ഒരാൾ തളരാത്തത്? ഒരേ സ്നേഹാവില്ലേ അച്ഛൻ 2 പേർക്കും കൊടുത്തത്? രണ്ടുപേരും ഒരുമിച്ച് തളരണ്ടല്ലേ? എന്താ ഒരാൾ തളരാത്തത്? ഒരാൾക്ക് നല്ല ബോധ്യമുണ്ട്, അച്ഛൻ പോയാലും എന്നെ നോക്കാൻ ഒരാളുണ്ട്. മറ്റേ ആൾക്ക് അച്ഛൻ പോയതോടുകൂടി ഇനി ആരും ഉണ്ട് എന്നുള്ള ചോദ്യം, അതിന് ഉത്തരവില്ല. ഒരു നഷ്ടബോധമുണ്ട് അയാൾക്ക്. എന്നാൽ മറ്റേ നഷ്ടബോധം ഉണ്ടെങ്കിലും നഷ്ടപ്പെടാത്ത ഒന്ന് കൂടെയുണ്ട്, ഇല്ലേ? നഷ്ടപ്പെടാത്തൊരു ഭർത്താവ് കൂടെയുണ്ട്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം വിപത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുക. നിഗമകൽപതരോർഗളിതം ഫലം, ബഹുരസമാണത്. നിഗമകൽപതരു, കൽപ്പതരു വൃക്ഷം, നിഗമം വേദം, വേദമാകുന്ന വൃക്ഷം, അതിലെ ഗളിതം ഫലം, അതിൽ നിന്ന് വീണ പഴമാണ്. ആ പഴം ആര് കൊത്തി? ശുഖം, ഒരു തത്ത കൊത്തിയുണ്ട്.
എന്നിട്ട് ആ തത്തയുടെ ഉള്ളിൽ നിന്നോ ശുഖമുഖാൽ അമൃതദ്രവം. അതിന്റെ രസം എവിടുന്ന് വന്നുകൊണ്ടിരിക്കണോ? ശുഖന്റെ മുഖത്ത് നിന്ന്. അങ്ങനെയുള്ള ഭാഗവത രസം പിബത ഭാഗവത രസം രസികാ ഭുവി ഭാവുക. രസിക്കാൻ കഴിവുള്ളവരെ നിങ്ങളെല്ലാവരും ഈ ഭാഗവത രസം അനുഭവിക്കൂ. കാരണം ഇത് നിങ്ങളെ എങ്ങോട്ടാ എത്തിക്കുന്നത്? രസമാലയം, രസങ്ങളുടെ ആലയത്തിലേക്കാണ്. സർവരസങ്ങളുടെയും ആലയം ഇരിക്കുന്നത്, എല്ലാറ്റിൻ്റെയും ഒരു ഉറവിടമുണ്ടായിരിക്കണം. എൻ്റെ മനസ്സിന് എന്ത് ആസ്വദിക്കണമെങ്കിലും ആ മനസ്സിൻ്റെ പിന്നിൽ ആരുണ്ടാവണം? ഭഗവാൻ ഉണ്ടാവണം. സകല രസങ്ങളുടെയും ആലയം എവിടെയാണ്? മനസ്സിന്റെ പിന്നിലുള്ള സത്യം തന്നെയാണ്. മനസ്സിലല്ല വാസ്തവത്തിൽ സുഖം ഇരിക്കുന്നത്, ആണോ? മനസ്സിന്റെ ഒരു സമനില തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ സുഖമൊന്നുമില്ല, ഉണ്ടോ? തീർച്ചയായിട്ടും എല്ലാ രസങ്ങളുടെയും ആലയം ഏത് തന്നെയായിരിക്കണം? ഇന്ന് നമ്മുടെ മനസ്സാണ് ആലയം. എന്ത് കിട്ടിയാലും മനസ്സിനാണ് ആനന്ദം. പണ്ടൊരാൾ പറഞ്ഞതുപോലെ, രാമകൃഷ്ണ പരമഹംസന്റെ അടുത്ത് എന്നിട്ട് ഒരാൾ എന്ന് പറഞ്ഞു അത്രേ, അങ്ങ് ഈ സച്ചിദാനന്ദം എന്ന് പറയുമ്പോൾ മനസ്സിലായിണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് മനസ്സിലായത്. ചോദിച്ചു എന്താണ്? അതെ, ആ സത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ചിത്തത്തിനൊരു ആനന്ദം ഉണ്ടല്ലോ, കേമായി 4. അതാണത്രേ സത്ത് ചിത്ത് ആനന്ദം. സത്തകത്ത് ചെല്ലുമ്പോൾ ചിത്തത്തിനുണ്ടാകുന്ന ആനന്ദം. പോരെ, കേമായില്ലേ? നല്ല നിർവചനം. എല്ലാ കള്ളുഷാപ്പുകൾക്കും നന്ദി. അപ്പോ ചിത്തത്തിനാണ് ആനന്ദം എന്നാണ് ഇപ്പൊ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ചിത്തത്തിന് പോലും ആനന്ദം അനുഭവിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ആര് വേണം? എല്ലാ ആനന്ദങ്ങളുടെയും രസങ്ങളുടെയും ആലയം അത് തന്നെയാണെങ്കിൽ അത് പിബത ഭാഗവതം. ഭാഗവതം കുടിച്ചാൽ, ഭാഗവതം മനസ്സിലാക്കിയാൽ രസം ആലയം, ആലയം രസം നിങ്ങൾക്ക് അനുഭവിക്കാം. എല്ലാ രസങ്ങളുടെയും ആലയമായിരിക്കുന്ന ആ പരമസത്യത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇതാണ് ഭാഗവതത്തിനെ കുറിച്ച് വേദവ്യാസ മഹർഷി ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി ഭാഗവതം ആരംഭിക്കുകയാണ്. ഇതെവിടെയാണ് പറയുന്നത്? പറഞ്ഞു ഞാൻ നിങ്ങളോട് നേരത്തെ. നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ശൗനകാദി മഹർഷിമാര് ഒരു യാഗം ചെയ്യണം, കലിയുഗത്തിലെ ദോഷം തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് കടന്നു വരുന്നു രോമഹർഷൻ എന്ന് പറയുന്ന ഒരു സൂതന്റെ അല്ലെങ്കിൽ പുരാണാചാര്യന്റെ പുത്രനായ സൂത മഹർഷി. അപ്പൊ സൂതൻ കടന്നു വരുന്നു എവിടേക്ക്? നൈമിഷാരണ്യത്തിലേക്ക്. അവിടെ യാഗം ചെയ്യുന്നവര് എന്തിനു വേണ്ടിയിട്ടാണ്? നൈമിഷേ അനിമിഷക്ഷേത്രേ ഋഷയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമമാസത. അങ്ങോട്ട് കടന്നു വരികയാണ്. ഇതാണ് കഥ. ഇതൊക്കെ നോക്കുമ്പോണ്ടല്ലോ വളരെ ചിന്തനീയാണ്. എനിക്കിതൊക്കെ വായിക്കുമ്പോൾ തോന്നും നമ്മൾ കുട്ടിക്കാലത്തെ ഇതൊക്കെ മനസ്സിലാക്കിയിരുന്ന എത്ര നന്നായിരുന്നു. അത്ര ഗംഭീരമാണ് ഇതിന്റെ പ്രയോഗങ്ങളൊക്കെ. നൈമിഷേ ആ നിമിഷക്ഷേത്രേ, നൈമിഷം ഓരോ നിമിഷവും, ആ നിമിഷക്ഷേത്രേ ആ നിമിഷന്റെ ക്ഷേത്രം. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരണം എന്നാലേ മനസ്സിലാവുള്ളൂ. ആ നിമിഷം എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പോലും ഉറങ്ങാത്തവൻ അർത്ഥം. ആ നിമിഷം ഒരിക്കൽ പോലും ഉറങ്ങാത്തവന്റെ നൈമിഷിക ക്ഷേത്രം. ഹലോ, മനസ്സിലാവോ നിങ്ങൾക്ക്? ഉറങ്ങാത്തവന്റെ നൈമിഷിക ക്ഷേത്രം ഏതായിരിക്കണം? ഓരോ നിമിഷവും നൈമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രം ഏതായിരിക്കണം? ശരീരം. ആരായിരിക്കണം ഉറങ്ങാത്തവൻ? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം. അപ്പൊ ഈ നൈമിഷാരണ്യം എവിടെയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നടക്കുന്ന കഥയാണ്. അവിടെ ശൗനകനാകുന്ന ഋഷി സത്രം എന്തിനു വേണ്ടിയിട്ട്? സ്വർഗായ പല സത്രങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുന്നു. സത്രം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ. എന്തിനു വേണ്ടിയിട്ട്? സ്വർഗായ സുഖത്തിന് വേണ്ടി. സ്വർഗത്തിൽ എന്താ കിട്ടുക? സുഖം. അപ്പൊ ഇവിടെ ശൗനകൻ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയാണ് ശൗനകൻ എന്ന് പറയുന്നത്. ശുനകൻ എന്ന് പറഞ്ഞാൽ അന്വേഷണ ബുദ്ധിയുള്ളവൻ, അന്വേഷിക്കുന്നവൻ. അപ്പൊ ഇന്ദ്രിയങ്ങളും മനസ്സും അന്വേഷിക്കുകയാണ്. എവിടെയാണ്? സുഖം അന്വേഷിക്കുകയാണ്. അങ്ങനെ സത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് കടന്നു വരുന്നു ആര്? സൂതൻ. സൂതൻ എന്ന് പറഞ്ഞാൽ സാരഥി. സൂതൻ എന്ന് പറഞ്ഞാൽ നയിക്കാൻ സാധിക്കുന്നവൻ. ആരാണ്? ഗുരു എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഗുരു അങ്ങോട്ട് കടന്നു വരുന്നു. ഇവിടെ നമ്മളെ നയിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ബുദ്ധിയാണ്. അതുകൊണ്ട് ഈ നൈമിഷാരണ്യത്തിൽ നടക്കുന്ന ഈ ചർച്ച എവിടെ നടക്കുന്നതാണ്? നമ്മുടെ ഓരോരുത്തരുടെയും
മനസ്സിൽ തന്നെ നടക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് കാണാം. ഇനി നമ്മൾ കഥയിലേക്കും തത്വത്തിലേക്കും ഒരുമിച്ച് പോവാം. എന്താ അവിടെ നടക്കുന്നത്? എന്താ അവിടെ അവർ ചോദിക്കുന്നത്? തയേകഥാ മുനയപ്രാദുർഭൂതഭൂതാഗ്നയാ സത്കഥം സൂതമാസീനം പപ്രച്ചൂരിതമാതരാൽ. ആ സൂതമഹർഷിയെ അഭിവാദ്യം ചെയ്ത് ഇരുത്തി അവരോട് ചോദിക്കുകയാണ്, അങ്ങ് അനവധി ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ച ആളാണ്, വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനാണ്, അങ്ങക്കെല്ലാം അറിയാം. യാനി വേദവിദം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേച്ച മുനയ സൂത പരാപരവിദോ വിദോ വേത്വം സൗമ്യ സർവം തത്വസ്തനുഗ്രഹാൽ ബ്രൂയുസ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. അങ്ങ് ഗുരുവിൽ നിന്നും എല്ലാം മനസ്സിലാക്കിയ ആളാണ് എന്ന് മാത്രമല്ല, അങ്ങേക്കുള്ള ഒരു കഴിവ് മനസ്സിലാക്കിയതിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവുള്ള ആളാണ്. ഒരു ഗുരുവിന്റെ ലക്ഷണം അങ്ങനെയായിരിക്കണം. താൻ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി കൊടുക്കാൻ. ഇനി ഞങ്ങൾക്ക് ചോദിക്കാനൊരു ചോദ്യമുണ്ട്. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതായൽ വിനിശ്ചിതം പുംസാമേകാന്തത ശ്രേയ തന്ന ശംസിതുമർഹസി. ഈ പ്രപഞ്ചത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ള ശ്രേയസ് എന്ന് പറയുന്നത് എന്താണ്? ശ്രേയസ്കരമായൊരു ജീവിതം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ മനസ്സിലാക്കി തരൂ. പിന്നീട് ഇവിടെയാണെങ്കിലോ പ്രായേണൽപായുഷസഭ്യ കലോസ്മിൻ യുഗേ ജനാ മന്ദാസു മന്ദപതയോ മന്ദഭാഗ്യാഹി ഉപദ്രുതാം. ഈ കലിയുഗത്തിൽ 3 ദോഷങ്ങളുണ്ടത്രേ. ഒന്ന്, ആളുകളുടെ കായുസ് അല്പായുഷ, എപ്പം മരിക്കുന്നു പറയാൻ പറ്റില്ല. റോഡിൽ കൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല. LIC പോളിസി ഒക്കെ എടുത്താലും ശരി, എന്തൊക്കെയായാലും നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. പിന്നെയോ മറവി, വേഗം വേഗം വരിക, കേട്ട് തന്നെ മറക്കണോ. മറവിയാണ് ഈ കലിയുഗത്തിൽ വേറൊന്നുള്ളത്. മറവി വന്ന് 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 ഒരാളുടെ മറവി നല്ല രസമുള്ള മറവിയാണ്. അയാൾ ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ മറവി തുടങ്ങിയിരിക്കണോ. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഭാര്യയോട് പറഞ്ഞാൽ, മക്കളോട് പറഞ്ഞാൽ അപ്പം മറക്കുക. ഡോക്ടർ ചോദിച്ചു, എത്ര കാലമായി ഈ രോഗം വന്നിട്ട് എന്ന്. അപ്പം അയാൾ ഡോക്ടറോട് ചോദിക്കുകയാണ്, ഏത് രോഗം? അതുപോലും അയാൾ മറന്നുപോയി. ഇതാണ് കലിയുഗത്തിലെ വേറെ ദോഷം. ഒന്ന് ആയുസ് കുറവ്, 2 മറവി. ഇനി മൂന്നാമത്തതാണെങ്കിലോ ഈ കലിയുഗത്തിൽ വേറെന്നുള്ളത് ആളുകൾക്ക് പരസ്പരം ആ ഒരു പഴയ ഒരു സ്നേഹബന്ധം ഇല്ലാതെ വന്നു. അപ്പൊ പിന്നെ ഒരു ഇൻസെക്യൂരിറ്റി കോംപ്ലക്സ്, ആരും ഇല്ല എന്നുള്ള തോന്നൽ. ഇങ്ങനെയൊക്കെയാണ് ഈ ലോകം. അതുകൊണ്ട് ഞങ്ങളെ ശ്രേയസ്സിലേക്ക് നിങ്ങൾ ഉയർത്തണം. എന്നിട്ട് ചോദിക്കുകയാണ്, ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശാം അധസാദോത്രയസ്ഥാനം സമുദ്രിത്യ മനീഷയ ബ്രൂഹിന ശ്രദ്ധദാനാനം ഏനാത്മാ സംപ്രസീതതി. വളരെ ഗംഭീരമാണ്. ഭൂരീണി ഭൂരി കർമാണി. സംസ്കൃതം അറിയാത്തവർ വിചാരിക്കുന്നത് എന്താ സ്വാമി ഭൂരി പൂരി പൂരി പറയുന്നത്? ഭൂരീണി ഭൂരി കർമാണി, അനവധി കർമ്മങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ചെയ്യാനുണ്ട്. ശ്രോതവ്യാനി വിഭാഗശ, അനവധി കേൾക്കാനും ഉണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ സാരം, യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്, കേൾക്കേണ്ടത് എന്താണ്, അങ്ങനെ ഒരു ചിന്തന. ഇനി മറ്റൊരു ചിന്തനമുള്ളത്, അനവധി കർമ്മങ്ങൾ ചെയ്തു. എത്ര കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, എത്ര കാര്യങ്ങളാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും മനസ്സിന് എന്ത് വന്നിട്ടില്ല? ആത്മാ സംപ്രസീതതി. വിശദ വിവരങ്ങൾക്ക് ശ്രീകൃഷ്ണ സേവ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഭാഗവത മന്ദിരം, മമ്മിയൂർ, ഗുരുവായൂർ.